ഇന്ന് നമുക്ക് 2024 റിലീസായ ബറോസ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ 400 വർഷമായി നിധി കാത്തു സൂക്ഷിക്കുന്ന ഭൂതം. ആ നിധിയുടെ യഥാർത്ഥ അവകാശിയെ കണ്ടെത്തി നിധി തിരികെ ഏൽപ്പിച്ചാൽ മാത്രമേ ഭൂതത്തിന് മോക്ഷം കിട്ടൂ. യഥാർത്ഥ ആ ഒരു അവകാശിയെ കണ്ടെത്തിയോ, ഭൂതത്തിന് മോക്ഷം കിട്ടിയോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ 1600 കാലഘട്ടമാണ് കാണിക്കുന്നത്. ഒരു ഗുഹ പോലെ സ്ഥലം. അതിലൊരു ശവപ്പെട്ടിയിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അടുത്തായിട്ടൊരു പാവയുമുണ്ട്. ആ പാവയുടെ പേരാണ് വൂഡോ. ആ പാവയ്ക്ക് സംസാരിക്കുവാനൊക്കെ കഴിയും. പാവയുടെ കയ്യിലാണെങ്കിൽ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് പാവ സംസാരിക്കുന്നതുമൊക്കെയും. ശവപ്പെട്ടിയിൽ നിന്നും പുറത്തു വന്ന ആളാണെങ്കിൽ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കും. അപ്പോൾ വൂഡോയാണെങ്കിൽ അയാളോട് സംസാരിക്കുകയാണ്. എന്തെന്നാൽ ആ ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തു വന്ന ആൾക്ക് അയാളുടെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ആ ബുക്ക് നോക്കിയിട്ട് വൂഡോ പറയും, നിങ്ങളുടെ പേരാണ് ബറോസ്. നിങ്ങളിപ്പോൾ മരിച്ചു പോയിരിക്കുകയാണ്. നിങ്ങളുടെ ചുമതല എന്തെന്നാൽ ഇവിടെ കുറെ നിധിയുണ്ട്, അത് കാത്തു സൂക്ഷിക്കുക. അതാണ് നിങ്ങളുടെ ദൗത്യമെന്നും വൂഡോ പറയും. അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് ആരോ നടന്നു വരുന്നത് അവർ കേൾക്കുന്നത്. ഉടനെ തന്നെ ബറോസ് ഭിത്തിയിലൂടെ കയറുകയാണ്. എന്തെന്നാൽ ബറോസ് ഒരു ആത്മാവാണല്ലോ. ആ വന്നവർ ആരെന്നാൽ റോമൻ രാജാവിന്റെ സൈനികരായിരുന്നു. നിധി എടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ ഗുഹയ്ക്കുള്ളിലേക്ക് വന്നതും. എന്നാൽ അതെല്ലാം ഭിത്തിയിൽ നിന്നുകൊണ്ട് ബറോസ് കാണുന്നുണ്ടായിരുന്നു. ബറോസിനെ പക്ഷെ അവർക്ക് കാണാനായി പറ്റത്തില്ല. വന്നവരെ എല്ലാവരെയും ബറോസ് മറന്നു നിന്നുകൊണ്ട് അടിച്ചിടുകയാണ്. എന്നാൽ അവർ കരുതുന്നത്, അയ്യോ ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ഒരു ഭൂതമുണ്ടല്ലോ എന്ന് പേടിച്ച് അവരവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. വൂഡോ ബറോസിനോട് പറയുന്നത്, ഇപ്പോൾ നീ ഒരു ഭൂതമാണ്. നിനക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഈ നിധി നീ കാത്തു സൂക്ഷിക്കണം. അതിന്റെ യഥാർത്ഥ അവകാശിയുടെ കയ്യിൽ നീ ഏൽപ്പിച്ചാൽ മാത്രമേ നിനക്ക് മോക്ഷം കിട്ടൂ എന്ന് പറയും. അങ്ങനെ ബറോസ് നിധിയും കാത്തു സൂക്ഷിച്ച് ആ ഒരു ഗുഹയിൽ തന്നെ കഴിയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് 2024 ഒരു വലിയ ബിസിനസ്സുകാരൻ എത്തുകയാണ്. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ എന്തെന്നാൽ പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് അവിടെ പുതിയത് പണിയുക എന്നതാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു മ്യൂസിയം പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ പുതിയ ബിൽഡിംഗ് കെട്ടുവാൻ വേണ്ടിയിട്ടാണ്. മ്യൂസിയം പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ അത് പൊളിക്കരുത് എന്നുള്ള മട്ടിൽ സമരമൊക്കെ ചെയ്യും. പക്ഷേ ഈ ബിസിനസ്സുകാരനാണെങ്കിലോ അതൊന്നും മൈൻഡ് ചെയ്യത്തേയില്ല. ആ ഒരു മ്യൂസിയത്തിൽ തന്നെയാണ് ബറോസ് നിധിയും കാത്തു സൂക്ഷിച്ചിരിക്കുന്നതും. ഈ ബിസിനസ്സുകാരന് ഒരു മകളുണ്ട്. ഇസബെല്ല എന്നാണ് പെൺകുട്ടിയുടെ പേര്. പെൺകുട്ടിക്ക് ചെറിയ കുരുത്തക്കേടുകളൊക്കെ ഉള്ളതിനാൽ ചെറുതായിട്ട് സ്കൂളിൽ നിന്നും ഒരു സസ്പെൻഷനൊക്കെ കിട്ടി നിൽക്കുകയാണ്. ആ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ബിസിനസ്സുകാരനുണ്ടല്ലോ, അയാൾ ഒരിക്കൽ തന്റെ മകളായ ഇസബെല്ലയും കൂട്ടി മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. എന്നാൽ മ്യൂസിയത്തിന്റെ പരിസരത്തെല്ലാം ആളുകൾ ശക്തമായി സമരം വിളിക്കുന്നുണ്ട്. മ്യൂസിയം ലേലത്തിൽ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നമുണ്ടാക്കുന്നതും. എന്നാൽ ഈ ബിസിനസ്സുകാരന് അതൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാറിൽ പോകുന്ന സമയത്ത് ആളുകൾ എല്ലാവരും ചേർന്ന് കാർ തടയുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ പോലീസൊക്കെ ചേർന്നാണ് വഴിയൊരുക്കി അവരെ മുന്നോട്ട് വിടുന്നതും. അതേസമയം തന്നെ കാറിനടുത്തേക്ക് ചോട്ടു എന്നൊരു പയ്യൻ വരികയാണ്. അവന്റെ കയ്യിൽ മ്യൂസിയം പൊളിക്കരുത് എന്നതിനെ പറ്റിയുള്ള ഒരു നോട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അവൻ ഇസബെല്ലയ്ക്ക് ആ നോട്ടീസ് കൊടുക്കും. അച്ഛൻ അവളോട് അത് വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും കേൾക്കാതെ ഇസബെല്ല ആ ഒരു നോട്ടീസും വാങ്ങും. അങ്ങനെ അവർ മ്യൂസിയത്തിലേക്ക് എത്തുകയാണ്. ഈ മ്യൂസിയത്തിൽ ഒരാൾ നിൽപ്പുണ്ട്. അയാളുടെ പേരാണ് മെൻഡോസ. മെൻഡോസയാണ് മ്യൂസിയം ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതും. മെൻഡോസയുടെ കുടുംബത്തിന് ഒരു കഥയുണ്ട്. എന്തെന്നാൽ ആദ്യത്തെ സീനിൽ കാണിക്കുമല്ലോ, ബറോസിന്റെ കയ്യിൽ നിന്നും അടി വാങ്ങിപ്പോകുന്ന ആ റോമൻ സൈന്യത്തിലുള്ളവർ, അതിലുള്ള ആൾ ഈ ഒരു മെൻഡോസിന്റെ മുതുമുത്തശ്ശനാണ്. ആ ഒരു സംഭവത്തെ തുടർന്ന് അവരുടെ കുടുംബത്തിനെ കള്ള കുടുംബങ്ങൾ എന്നാണ് എല്ലാവരും പറയുന്നതും. കാരണം മോഷ്ടിക്കാൻ ശ്രമിച്ചില്ലേ, ആ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ മെൻഡോസ മ്യൂസിയത്തിൽ വരുന്ന ആളുകൾക്കൊക്കെ മ്യൂസിയത്തിനെ പറ്റിയൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നതും. എന്നാൽ അവിടെ ഒരു കമ്മലുണ്ടായിരുന്നു. ആ കമ്മല് റോമൻ രാജാവിന്റെ മകളുടേതാണ്. പക്ഷെ അതിലൊന്നേ ഉള്ളൂ, ഒന്ന് കാണുന്നില്ല എന്നുള്ള കാര്യമെല്ലാം മെൻഡോസ പറയുന്നുണ്ട്. ആ ഒന്ന് എവിടെ പോയി എന്നാൽ മുൻപ് ബറോസുമായിട്ട് ഒരു ഫൈറ്റ് നടന്ന സീൻ കാണിക്കുമല്ലോ, അതിൽ ബറോസ് എന്തൊക്കെയോ സാധനങ്ങൾ വാരി എറിയുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഒരു കമ്മൽ നഷ്ടമായതും ഒരു കമ്മൽ അവരെടുത്തുകൊണ്ട് വന്നതും. അതിപ്പോൾ ഏറ്റവും മൂല്യമുള്ള സാധനങ്ങളുടെ കൂട്ടത്തിലാണ് മ്യൂസിയത്തിൽ ഇരിക്കുന്നതും. അതേസമയം മറ്റൊരു വശത്ത് മ്യൂസിയത്തിൽ വെച്ച് ചെറിയൊരു മീറ്റിംഗ് നടക്കുകയാണ്. ഇസബെല്ല തന്റെ അച്ഛനോടൊപ്പം ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. എന്നാൽ അവൾക്ക് കുറെ നേരം കഴിഞ്ഞപ്പോൾ നന്നായി ബോറടിക്കുവാനായും തുടങ്ങിയിരുന്നു. അവൾ ഉടനെ തന്നെ മ്യൂസിയം ഒക്കെ ചുറ്റിക്കാണുവാനായി തീരുമാനിച്ച് പുറത്തേക്കും പോകും. അതേസമയം തന്നെ മെൻഡോസ എല്ലാവരോടും പറയുന്നുണ്ട്, ദേ മുകളിലിരിക്കുന്ന ക്ലോക്ക് കണ്ടോ, അത് ആദ്യമൊക്കെ കറങ്ങുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കറങ്ങിയിട്ട് കുറെ നാളായി, എന്താണെന്ന് അറിയില്ല എന്നുള്ള കാര്യമൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് ബറോസിനെയും വൂഡോയെയുമാണ് കാണിക്കുന്നത്. വൂഡോ ആ ബുക്ക് നോക്കി കുറെ
കാര്യങ്ങളൊക്കെ ബറോസയോട് പറയുന്നുമുണ്ട്. നിധിയുടെ യഥാർത്ഥ ഓണർ വന്നാൽ മാത്രമല്ലേ ബറോസിന് മോചനമുള്ളൂ. ബുക്കൊക്കെ നോക്കിയിട്ട് ബൂഡോ ഓരോ കാര്യങ്ങളും ബറോസിനോട് പറയുന്നുണ്ട്. മ്യൂസിയത്തിലുള്ള ആ ഒരു ക്ലോക്കില്ലേ, ആ ക്ലോക്ക് എപ്പോഴാണ് കറങ്ങുന്നതെന്നാൽ നിധിയുടെ യഥാർത്ഥ ഓണർ എത്തുമ്പോൾ മാത്രമേ ആ ഒരു ക്ലോക്ക് കറങ്ങുകയുള്ളൂ. അതെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വൂഡോയ്ക്ക് മ്യൂസിയത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുവാനായും പറ്റുന്നുണ്ട്. അതേസമയം തന്നെയായിരുന്നു ഇസബെല്ല അവിടേക്ക് വരുന്നതും. ഇസബെല്ല ക്ലോക്കിനടുത്തെത്തിയതും ക്ലോക്ക് കറങ്ങുവാനായും തുടങ്ങി. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, ആ ഒരു നിധിയുടെ യഥാർത്ഥ അവകാശി ഇസബെല്ലയാണ്. വൂഡോ പറയുന്നുണ്ട് നിധിയുടെ യഥാർത്ഥ അവകാശി വന്നിട്ടുണ്ടെന്ന്. ഇസബെല്ല പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ചോട്ടുവിനെ കാണുന്നുണ്ട്. ഈ ചോട്ടു ഒരു ആഫ്രിക്കക്കാരൻ പയ്യനാണ്. ആഫ്രിക്കക്കാരെല്ലാവരും ഒരു കോളനിയായിട്ട് താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഒരു മന്ത്രവാദിയായ മരിയയും ഉള്ളത്. മാത്രമല്ല അവിടേക്ക് മണ്ടോസയും ചെല്ലുകയാണ്. മണ്ടോസയുടെ ഫാമിലി മൊത്തം ഒരു മോഷ്ടാവിന്റെ ഫാമിലി എന്നാണല്ലോ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും മണ്ടോസിനെ ആ ഒരു പേര് മാറ്റണം. മാത്രമല്ല ആ നിധി എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ള വാശിയുണ്ട്. മരിയയുമായിട്ട് അതിന് കൂട്ടുപിടിക്കുകയാണ്. മരിയ നല്ലൊരു മന്ത്രവാദിയായതിനാൽ എങ്ങനെയെങ്കിലും മരിയയുടെ പവേഴ്സൊക്കെ ഉപയോഗിച്ച് ആ ഒരു നിധി കൊള്ളയടിക്കണം എന്നാണ് മണ്ടോസിന്റെയും മരിയയുടെയും പ്ലാൻ. മരിയ പറയുന്നുണ്ട് 4 ദിവസം കഴിഞ്ഞാൽ ഒരു വിശേഷപ്പെട്ട ദിവസം വരികയാണ്. ആ ഒരു ദിവസം ബറോസിനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ നിധിയുള്ള മുറിയിൽ ആരും കാണില്ല. ആ സമയം നോക്കി നമുക്ക് ആ ഒരു നിധിയെല്ലാം കൊള്ളയടിക്കാം എന്നാണ് മരിയയും മണ്ടോസും തീരുമാനിച്ചിരിക്കുന്നത്. തലമുറകളായി ആ ഒരു നിധിയെടുക്കാൻ കാത്തിരിക്കുകയാണ് മരിയയുടെ കൂട്ടർ. മറ്റൊരു വശത്ത് ആ ഒരു ബിസിനസ്സുകാരനെ കാണിക്കുകയാണ്. ബിസിനസ്സുകാരന്റെ മകളാണല്ലോ ഇസബെല്ലയാണെങ്കിൽ എപ്പോഴും ആ ഒരു പോരാട്ടക്കാർക്കൊപ്പമാണ്. എന്നാൽ ബിസിനസ്സുകാരനെ എങ്ങനെയെങ്കിലും ആ ഒരു മ്യൂസിയം പൊളിച്ച് അവിടെ പുതിയൊരു ബിൽഡിംഗ് പണിയണം. അതെല്ലാം തന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ മകളാണെങ്കിലോ പോരാട്ടക്കാർക്കൊപ്പമാണ് എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ബിസിനസ്മാനും. അന്നേ ദിവസം രാത്രി ഇസബെല്ല ഉറങ്ങുവാനായി കിടന്നു. എന്നാൽ മറ്റൊരു വശത്ത് 1600 കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ ബറോസ് നിധിയും കാത്തു സൂക്ഷിച്ചിരിക്കുകയാണല്ലോ. ബറോസ് താൻ എപ്പോൾ മുതലാണ് ഒരു ഭൂതമായി മാറി എന്നുള്ള കാര്യം അറിഞ്ഞത് അന്ന് മുതൽ തന്റെ അവസ്ഥയോർത്ത് കരയുകയാണ്. തന്റെ കണ്ണീരെല്ലാം ഒരു വെള്ളത്തുള്ളിയായി താഴേക്ക് വീഴും. ബറോസ് കണ്ണാടി നോക്കിയിട്ടാണ് കരയുന്നതും. അതേസമയം തന്നെ ആ കണ്ണാടിയിൽ കൂടി മരിയയെ കാണുവാനായി പറ്റുന്നുണ്ടായിരുന്നു. മരിയ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചെയ്യുകയാണ്. അതേസമയം തന്നെ ബറോസിന്റെ കണ്ണുനീർ താഴെ വീണല്ലോ, അതൊരു പ്രകാശമായി മാറി ഇസബെല്ലയ്ക്ക് അടുത്തേക്ക് പോകും. ആ ഒരു പ്രകാശം ഇസബെല്ല കാണുകയും ചെയ്യുന്നു. ഇസബെല്ല ആ ഒരു പ്രകാശത്തെ ഫോളോ ചെയ്തെത്തുന്നത് ഈ നിധി ഇരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. ഇസബെല്ല നിധിയുള്ള ആ ഒരു സ്ഥലത്തെ വാതിൽ പടി വരെ വരും. എന്നാൽ അത് മനസ്സിലാക്കിയ മരിയ എന്തൊക്കെയോ മന്ത്രം ചെയ്യുകയാണ്. അതോടുകൂടി ഇസബെല്ല അവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്യുന്നു. എന്നാൽ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ കഴിയുന്ന ബറോസിന് ആരോ വരുന്നതായി തോന്നുന്നു. എന്നാൽ ഈ ബറോസിന് താൻ 400 വർഷമായിട്ട് ആ ഒരു നിധിയും കാത്തു സൂക്ഷിച്ച് അവിടെ കഴിയുകയാണെന്നോ ഇതിപ്പോൾ 2024 ആയെന്ന് പോലും ബറോസിന് അറിയില്ല. തന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ച രാജാവായിരിക്കും വരുന്നുണ്ടാവുക. എത്രയും വേഗം രാജാവിനെ പോയി കാണണമെന്ന് പറഞ്ഞ് ബറോസ് അവിടെ നിന്നും പുറത്തേക്ക് വരും. അപ്പോഴേക്കും പുറത്ത് എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. എന്നാൽ ബറോസ് അവിടേക്ക് നോക്കുമ്പോൾ തന്നെ ദൗത്യം ഏൽപ്പിച്ച ആ ഒരു രാജാവിനെ കാണത്തേയില്ല. താൻ പറ്റിക്കപ്പെട്ടു എന്ന് ചിന്തിച്ച് ബറോസ് ഉടനെ തന്നെ അകത്തേക്ക് വന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വൂഡോ പറയും, നീ റിയാലിറ്റിയിലേക്ക് വാ. 400 വർഷമായി നീ ഈ ഗുഹയ്ക്കുള്ളിൽ തന്നെ കഴിയുകയാണ്. നിന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച രാജാവിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. എനിക്കറിയാം നിനക്ക് ഇസബെല്ലയെ എടുത്ത് കൊഞ്ചിക്കണമെന്നും അവളെ കളിപ്പിക്കണമെന്നും ആഗ്രഹമൊക്കെ ഉണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ ഉള്ളവരൊന്നും അവരൊന്നുമല്ല. അവരെല്ലാം എന്നെ മരണപ്പെട്ടു പോയി എന്നും വൂഡോ പറയുകയാണ്. അതെല്ലാം കേട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ബറോസ്. സങ്കടപ്പെട്ടിരുന്ന ബറോസ് പഴയ കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കും. അന്ന് രാജാവിന് താൻ എത്രത്തോളം സത്യസന്ധനായിരുന്നെന്നും ഇസബെല്ലയുമായി എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സോങ് വഴിയാണ് കാണിക്കുന്നത്. ബറോസിന് ഇസബെല്ലയെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. വൂഡോയുടെ കൈവശം ഒരു ബുക്കുണ്ടല്ലോ, ആ ബുക്ക് തുറന്നു നോക്കുന്ന വൂഡോ പറയുന്നത് ഈ ഒരു നിധിയുടെ യഥാർത്ഥ അനന്തരാവകാശി ഈ ഒരു വാതിൽപ്പടി വരെ വന്നിട്ടുണ്ട്. എന്നാൽ അതിനെ ഒരുപാട് ദുഷ്ടശക്തികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ഒരു നിധി എടുക്കുവാനായിട്ട് ഒരുപാട് ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആ ബുക്കിൽ എഴുതിയിരിക്കുന്നതും. അതവർക്ക് മനസ്സിലാവുകയും ചെയ്തു. മാത്രമല്ല യഥാർത്ഥ അവകാശിക്ക് മാത്രമേ ബറോസിനെ കണ്ണിൽ കാണുവാനായും പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് ഇതിന്റെ അവകാശിയെന്നും ആ ഒരു ബുക്കിൽ എഴുതിയിരുന്നത് വൂഡോ പറയും. അങ്ങനെ അടുത്ത ദിവസം തന്നെ ബറോസും വൂഡോയും കൂടി ആ ഒരു ഗുഹയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആരുടെ കണ്ണിലാണോ തന്നെ കാണാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് വൂഡോയും ബറോസും. ഒരുപാട് പേരുടെ മുന്നിലൂടെ നടന്നു പോയിട്ടും ആർക്കും ബറോസിനെ കാണുവാനായി പറ്റുന്നില്ല. അതേസമയം തന്നെ മ്യൂസിയം ലേലത്തിന് വെക്കുന്നതിനായിട്ട് മിനിസ്റ്ററും എല്ലാവരും വന്ന് നിൽക്കുകയാണ്.
ആ ഒരു ബിസിനസ്സുകാരനും മകളായ ഇസബെല്ലയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ബറോസ് പതിയെ പതിയെ നടന്ന് സ്റ്റേജിനടുത്തേക്ക് വരുന്ന സമയത്ത് എലിസബത്തിന് ബറോസിനെ കാണുവാനായും പറ്റി. അക്കാര്യം ബൂഡോയ്ക്ക് മനസ്സിലാവുകയാണ്. ഇസബെല്ല ബറോസിനെ നോക്കുന്നത് കണ്ട ബൂഡോ പറയും, ദേ ഒരു പെൺകുട്ടി നിന്നെ തന്നെ നോക്കുന്നു, അവൾക്ക് നിന്നെ കാണാൻ പറ്റുമെന്നാ തോന്നുന്നത് എന്ന് പറയുമ്പോൾ ബറോസും ഇസബെല്ലയെ നോക്കും. ബറോസിന് മനസ്സിലായി ഇവൾ തന്നെയാണ് അവകാശിയെന്ന്. ഉടനെ തന്നെ ബറോസും ബൂഡോയും കൂടി സ്റ്റേജിന് പിന്നിലേക്ക് പോകുന്ന വഴി പ്രസംഗിക്കുവാനായിട്ട് മിനിസ്റ്റർ എഴുന്നേൽക്കുന്നു. മിനിസ്റ്റർ എന്ന ചെയർ തട്ടിയിട്ടിട്ടാണ് ബറോസ് അവിടെ നിന്ന് പോകുന്നതും. എന്നാൽ ഇതൊന്നും അറിയാതെ കസേരയിൽ വന്നിരിക്കാൻ നോക്കുന്ന മിനിസ്റ്റർ തറയിലേക്ക് വീഴുന്നു. അവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ ഇത് ബറോസ് തട്ടിയിട്ടിട്ട് പോകുന്നതാണെന്ന്. എന്നാൽ അത് ഇസബെല്ല കണ്ടല്ലോ. ഇസബെല്ല ഉടനെ പറയും, ദേ അയാൾ ആ കസേര തട്ടിയിട്ടത്. എന്നാൽ ബാക്കിയുള്ളവർ നോക്കുന്ന സമയത്തൊന്നും ആർക്കും ബറോസിനെ കാണുവാനായും പറ്റുന്നില്ല. ഇസബെല്ല അവരുടെ പിന്നാലെ തന്നെ പോകുന്നു. ബറോസും സ്പീഡിന് പോവുകയാണ്. ഇസബെല്ലയെ ഫോളോ ചെയ്ത് അവളുടെ അച്ഛനും ബാക്കിയുള്ള പോലീസുകാരും എല്ലാവരും ഉണ്ട്. ഉടനെ തന്നെ ബറോസ് അവിടെയുള്ള ഭിത്തിയിലേക്കും കയറി നിൽക്കും. അപ്പോൾ ഇസബെല്ല ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ ആ ചെയർ തട്ടിയിട്ടത്, നിങ്ങളല്ലേ മിനിസ്റ്റർ വീഴാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ആർക്കും ബറോസിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഇസബെല്ല കള്ളം പറയുകയാണ്, അവളെന്തോ അഭിനയിക്കുകയാണ് എന്നൊക്കെ അവർ പറയുന്നുമുണ്ട്. ഉടനെ തന്നെ ഇസബെല്ലയെ തന്റെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. മറ്റൊരു വശത്ത് യഥാർത്ഥ നിധിയുടെ അവകാശിയെ കണ്ടുപിടിച്ചതിനാൽ ബറോസിനും ബൂഡോയ്ക്കും നല്ല സന്തോഷമാണ്. നിധിയുടെ യഥാർത്ഥ അവകാശിയെ ഇപ്പോൾ ബറോസ് കണ്ടെത്തിയിരിക്കുകയാണല്ലോ. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ബറോസ് ഇസബെല്ലയെ ഫോളോ ചെയ്യുവാനായും തുടങ്ങി. എന്നാൽ ഇസബെല്ലയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്തേയില്ല. ബറോസിന് ആകെ 2 ദിവസമേ ബാക്കിയുള്ളൂ. ആ 2 ദിവസത്തിനകം നിധിയെല്ലാം അതിന്റെ യഥാർത്ഥ അവകാശിയെ ഏൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ബറോസ്. അതേസമയം തന്നെ ഒരിക്കൽ ബറോസ് കടലിന് മധ്യത്തിരിക്കുകയായിരുന്നു. ബറോസ് ഇസബെല്ലയെ തന്റെ അടുത്തേക്ക് ക്ഷണിക്കുകയാണ്. ബറോസിന്റെ മാന്ത്രിക ശക്തി കൊണ്ടാണ് ഇസബെല്ല കടലിന് മുകളിലൂടെ നടന്നു വരുന്നതും കടലിനടിയിലേക്ക് അവളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് കുറെ കാര്യങ്ങളൊക്കെ ബറോസ് തുറന്നു പറയും. നിധിയുടെ അവകാശിയാണല്ലോ ഇസബെല്ല, ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അത് കഴിഞ്ഞ് 1600 കാലഘട്ടമാണ് കാണിക്കുന്നത്. ഒരു റോമൻ രാജാവിന്റെ വിശ്വസ്തനായിരുന്നു ഈ ബറോസ്. ആ രാജാവിന്റെ ഒരേ ഒരു മകളായിരുന്നു ഇസബെല്ല. ഇസബെല്ലയ്ക്ക് ബറോസ് എന്ന് വെച്ചാൽ ജീവനാണ്. അതുപോലെ തന്നെ ബറോസിനും ഇസബെല്ല എന്ന് വെച്ചാൽ ജീവനാണ്. അവിടെ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. യുദ്ധത്തിന് പങ്കെടുക്കുവാനായിട്ട് ആ ഒരു രാജാവ് പോകുന്ന സമയത്ത് തന്റെ ഭാര്യയുടെയും മകളുടെയും സുരക്ഷയെല്ലാം ബറോസിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതും. എന്നാൽ യുദ്ധത്തിൽ രാജാവിന് നല്ല കാര്യമായിട്ട് പരിക്ക് പറ്റി. ജീവന് വേണ്ടി പോരാടുകയാണ് രാജാവ്. അതേസമയം തന്നെ തന്റെ കുടുംബത്തെയെല്ലാം സേഫ് ആക്കി വെക്കുവാനും രാജാവ് ശ്രമിക്കുന്നുണ്ട്. ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകുവാനായിട്ടാണ് രാജാവ് തീരുമാനിക്കുന്നതും. പക്ഷെ രാജാവിന് അങ്ങനെ പോകുവാനായി പറ്റത്തില്ല. രാജാവ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് വിലപിടിപ്പുള്ള സ്വർണങ്ങളും രത്നങ്ങളും എല്ലാം അവിടെയുണ്ട്. അതൊന്നും കൊണ്ടുപോകുവാനായി പറ്റുന്ന സാഹചര്യമേ അല്ല. അങ്ങനെ രാജാവ് കുറച്ച് മന്ത്രവാദികളെ വിളിക്കും. തന്റെ ശരീരത്തിലുള്ള മുറിവുകളും കാര്യങ്ങളുമെല്ലാം ഒരുവിധം ഭേദമാക്കിയതിനു ശേഷം ഈ ഒരു രത്നങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ എന്താണ് വഴിയെന്ന് ചോദിക്കുന്ന സമയത്ത് ആ മന്ത്രവാദികൾ പറയുന്നത്, രാജാവിന് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാൾ, അതും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ജീവൻ ത്യാഗം ചെയ്ത് ഭൂതമായി മാറിയതിനു ശേഷം ഈ ഒരു സ്വർണവും രത്നവും എല്ലാം കാത്തു സൂക്ഷിക്കണം, അതേ ഉള്ള ഒരു വഴിയെന്ന് പറയുന്നു. അങ്ങനെ രാജാവ് തന്റെ സൈന്യത്തിലുള്ള ഏറ്റവും വേണ്ടപ്പെട്ട ഒരു തലവനോട് തന്നെ അത് ചോദിക്കും. എന്നാൽ അയാൾ പറയുന്നത്, ഇപ്പോൾ യുദ്ധം നടക്കുകയല്ലേ, തനിക്ക് ജീവൻ ത്യാഗം ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞതും. പിന്നീട് തന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളിനെ കുറിച്ച് ചിന്തിക്കും. അത് മറ്റാരുമല്ല, ബറോസിനെ പറ്റിയായിരുന്നു. ബറോസിനോട് ആ കാര്യം പറയുന്ന സമയത്ത് സന്തോഷത്തോടെ താനതിന് തയ്യാറാണെന്നും ബറോസ് പറയുന്നു. അങ്ങനെ ബറോസിനെ ജീവൻ ത്യാഗം ചെയ്യുവാനായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. ബറോസിന്റെ തലയിലേക്ക് 2 പാമ്പുകളെയൊക്കെ കടത്തിവിട്ടിട്ട് ജീവനോട് തന്നെ സമാധിയാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല മന്ത്രം ചെയ്ത ഒരു പാവയും അവിടെ വെച്ചിട്ടുണ്ട്. ആ പാവയാണ് ബൂഡോ. ബറോസ് ഭൂതമായി മാറി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബറോസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായത്തിനും വേണ്ടിയിട്ടാണ് ബൂഡോയെ അവർ അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ രാജാവ് തന്റെ ഫാമിലിയോടൊപ്പം രാജ്യം വിട്ടു പോവുകയാണ്. രാജാവ് പോകുന്നതിന് മുൻപ് ബറോസിനോട് പറഞ്ഞിരുന്നു, എന്നെങ്കിലും ഞാൻ തിരിച്ചു വരും, അതുവരെ നീയൊരു നിധി കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബറോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. ആ ഒരു പഴയ കഥകളെല്ലാം ഇസബെല്ലയോട് ബറോസ് പറഞ്ഞിരുന്നു. എന്നിട്ട് അവളെ നിധി എടുക്കുവാനായിട്ട് ഗുഹയുടെ വശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഡോർ വരെ എത്തുന്ന സമയത്ത് ഞാൻ ഈ നിധി വാങ്ങില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇസബെല്ല അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇസബെല്ലയ്ക്ക് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നതേയില്ല. അതേസമയം ബൂഡോ പറയുന്നുണ്ട്, ഒരുപാട് അദൃശ്യ ശക്തികൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിക്കണമെന്ന് ബൂഡോ ബറോസിനോട് പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് മരിയാണെങ്കിൽ തന്റെ മന്ത്രശക്തികളെല്ലാം ഉപയോഗിച്ച് ഒരു പെട്ടിക്കുള്ളിലായിട്ട് ആ ഒരു റോമൻ രാജാവിന്റെ ശില പോലെ ഒന്നുണ്ടാക്കിയെടുത്തിരിക്കുകയാണ്.
എന്നിട്ട് അതിന് ജീവൻ കൊടുക്കുവാനായും തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം തന്നെ മണ്ടോസിനോട് പറയുന്നുണ്ട്, ഈ ഒരു ശിലയെ നിങ്ങൾ ആ ക്ലോക്കിന് താഴെ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറയും. അതുപോലെ തന്നെ മെൻഡോസും ചെയ്യുകയാണ്. ബറോസ് ക്ലോക്ക് കറക്കുവാനായിട്ട് തന്നാലാകുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ചാവിയൊക്കെ എടുത്തു വെച്ച് അത് കറക്കിയൊക്കെ നോക്കുന്നുണ്ട്. ബറോസുമായി കൂട്ടുകൂടിയതിൽ പിന്നെ ഇസബല്ലയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. അവളെ പാട്ടുപാടാനൊക്കെ ബറോസ് സഹായിക്കുകയും എല്ലാവരുടെയും മുന്നിൽ ഒരു നല്ല കുട്ടി എന്നൊരു പേര് വാങ്ങിയെടുക്കുവാനായിട്ടും ബറോസ് സഹായിക്കുന്നു. മാത്രമല്ല, അവളുടെ സസ്പെൻഷൻ പിൻവലിച്ച് പ്രിൻസിപ്പാൾ അയച്ച ലെറ്റർ ആണെങ്കിൽ അവൾ അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കും. അച്ഛനോട് അവൾ ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നു. അങ്ങനെ അവർക്കിടയിൽ സന്തോഷമൊക്കെ ഉണ്ടാവുകയാണ്. ജീവിതം പയ്യെ പയ്യെ മുന്നോട്ട് സന്തോഷമായി പോകുന്ന സമയം ബറോസിനെ നശിപ്പിക്കുവാനായിട്ട് മരിയാണെങ്കിൽ തന്റെ മാന്ത്രിക ശക്തിയെല്ലാം ഉപയോഗിച്ച് ഗുഹയ്ക്കുള്ളിലെ ആ ഒരു കുറെ ശില്പങ്ങൾ നിൽപ്പുണ്ട്. അതെല്ലാം അവിടുത്തെ സൈനികരുടെ ശില്പങ്ങളായിരുന്നു. ആ ശില്പങ്ങൾക്ക് ജീവൻ കൊടുക്കും. ഗുഹയിലേക്ക് എത്തിയ ബറോസിനെ അവർ തല്ലുവാനൊക്കെ തുടങ്ങും. ബറോസിന് അതിനു പിന്നിൽ എന്തോ മാന്ത്രിക ശക്തിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ആ ശിലകളുമായിട്ട് ബറോസ് ഫൈറ്റ് ചെയ്യും. ഒടുവിൽ ബറോസിന് മുന്നിലേക്ക് ആ ഒരു റോമൻ രാജാവിന്റെ ശില്പം വന്നു നിൽക്കുകയാണ്. മരിയ ഉണ്ടാക്കിയ ആ ഒരു ശില്പം. എന്നാൽ ബറോസിന് ഇത് തനിക്കുള്ള പണിയാണെന്നും ഇത് ശില്പമാണെന്നും അതിന് പിന്നിൽ എന്തോ മാന്ത്രിക വിദ്യയുണ്ടെന്നും മനസ്സിലാക്കി ആ ഒരു ശില്പത്തെ തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ അവിടേക്ക് ഇസബല്ലയും എത്തും. ഇസബല്ലയെ കൂടാതെ ആരും അറിയാതെ മണ്ടോസും അവിടെ എത്തുന്നുണ്ട്. ഇസബല്ലയെ കണ്ട ബറോസ് ആണെങ്കിൽ തന്റെ ദൗത്യം ഇതോടുകൂടി പൂർത്തിയായി എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ചാവി ഏൽപ്പിക്കും. എന്നിട്ട് ബറോസും വൂഡോയും അവിടെ നിന്നും പതിയെ മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നതും. ഇസബല്ല പണ്ട് ബറോസിനെ ബറോസ് പപ്പ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ബറോസ് മറഞ്ഞു പോകുന്നത് കണ്ട് ബറോസ് പപ്പ എന്ന് പറഞ്ഞ് അവൾ കരയുകയാണ് ചെയ്യുന്നതും. അതെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇസബല്ല ഇപ്പോൾ വളർന്ന് വലിയ കുട്ടിയായി മാറിയിരിക്കുന്നു. അവളൊരു മ്യൂസിക് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുവാനായി നിൽക്കുകയാണ്. അതേസമയം തന്നെ അവിടേക്ക് ബറോസിന്റെ ശബ്ദം കേൾക്കും. ഒരാളുടെ അടുത്ത് വന്നിട്ട് ഇതവൾക്ക് ഏൽപ്പിക്കുമോ എന്ന് പറഞ്ഞ് ഒരു ചാവി കൊടുക്കുകയാണ്. അയാൾ നേരെ ഇസബല്ലയ്ക്ക് അടുത്ത് വന്നിട്ട് ആ ഒരു ചാവി ഏൽപ്പിക്കും. ആ ചാവി ഏതെന്നാൽ പണ്ട് ബറോസ് ഏൽപ്പിച്ച ആ ഒരു നിധിയുടെയൊക്കെ ചാവിയുണ്ടല്ലോ, അത് തന്നെയാണ്. അത് കിട്ടിയതും ഉടനെ തന്നെ ഇസബല്ല പുറത്തേക്ക് ഓടി വരും. അവളുടെ കൺമുന്നിലൂടെ ബറോസ് പതിയെ പതിയെ മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നതും. എങ്ങനെയായിരിക്കാം അവളുടെ കയ്യിൽ നിന്നും ആ ചാവി നഷ്ടമായിട്ടുണ്ടാവുക? മിക്കവാറും ബറോസിനെ കാണുവാൻ വേണ്ടിട്ട് അവൾ മനഃപൂർവ്വം തന്നെ ചാവി അവിടെ ഉപേക്ഷിച്ചതാകാം. അങ്ങനെയായിരിക്കാം ബറോസ് വീണ്ടും ചാവി കൊടുക്കുവാനായിട്ട് എത്തിയതും. ബറോസ് പൂർണ്ണമായും മറഞ്ഞു പോയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.